കോനിച്ചിവ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യോത്തോയിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. നമ്മൾ ടോക്കിയോയിൽ നിന്ന് ക്യോത്തോയിലേക്ക് പോകാൻ വേണ്ടി രാവിലെ 9:50 ബസ് കയറിയതും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ട്രാവൽ വ്ലോഗായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങുവാണ് കേട്ടോ. ക്യോത്തോയിൽ നമ്മൾ ഇതിന് മുമ്പേ പോയിട്ടുണ്ട്. ബസ്സിന് തന്നെയാണ് കേട്ടോ പോയത്. ബസ്സിന് പോകുന്നതാണ് കുറച്ച് ചീപ്പ്. ട്രെയിനിന് പോകുകയാണെങ്കിൽ ഷിൻകാൻസനൊക്കെ പോവുകയാണെങ്കിൽ നല്ല റേറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നൈറ്റ് ബസ് അല്ലെങ്കിൽ ഇതുപോലെ ഹൈവേ ബസ്സിന് തന്നെയാണ് പോകാറുള്ളത്. നൈറ്റാണെങ്കിൽ നമുക്ക് ഉറങ്ങി പോകാമല്ലോ. അപ്പോൾ ഡേ ടൈമിലാണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അവിടെ വൈകിട്ടൊരു 4:30 ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ. ടിക്കറ്റിൽ പറഞ്ഞ കറക്റ്റ് സമയത്തിന് തന്നെ എത്തി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ലഗേജൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ക്യോത്തോ സ്റ്റേഷൻ എന്ന് പറയുമ്പം ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ സ്റ്റേഷനാണ് കേട്ടോ ക്യോത്തോ സ്റ്റേഷൻ. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്റ്റേഷനാണ്. ടോക്കിയോ ആണല്ലോ ഇപ്പം ജപ്പാൻ്റെ ക്യാപിറ്റൽ. പണ്ട് ക്യോത്തോ ആയിരുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പം ഇവിടെ വരുമ്പോൾ ഒരുപാട് ഫോറിനേഴ്സിനെയൊക്കെ കാണാം കേട്ടോ. എപ്പോഴും നല്ല തിരക്കായിരിക്കും. സൈഡിലൊരു സ്ട്രീറ്റ് ഷോ നടക്കുന്നത് കണ്ടോ. നമ്മുടെ ടോക്കിയോയിലേക്കാളും പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം കേട്ടോ. ബസ്സുകളുടെ കളറുകൾ, ട്രെയിനിൻ്റെ ഒക്കെ ഓരോ രീതികളൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അതുപോലെ തന്നെ വേനൽക്കാലം ആയതുകൊണ്ട്, നല്ല ചൂടായതുകൊണ്ട് വാട്ടർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത്യാവശ്യം ഒരു തണുപ്പ് കിട്ടും. എന്നാൽ നമ്മൾ നനയൊന്നുമില്ല. നല്ല തെരിതിരിയായിട്ടാണ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. വലിയ സ്റ്റേഷനാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഒരു എയർപോർട്ടിൻ്റെ ഒരു അന്തരീക്ഷം തരുന്ന ഒരു സ്റ്റേഷനാണ് ക്യോത്തോ സ്റ്റേഷൻ. ആദ്യമായിട്ട് വന്നപ്പോഴും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്രയും വലിയൊരു സ്റ്റേഷനായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട്. അതുപോലെ താഴെ 7-Eleven അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. മുകളിലുണ്ട് 7-Eleven. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും മേടിക്കാനും ഭയങ്കര ഒരു എയർപോർട്ടിൻ്റെ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്റ്റേഷനായിരുന്നു. അപ്പോൾ എപ്പോൾ വന്നാലും ഇതുപോലെ നല്ല വൃത്തിയായിട്ട്. അപ്പോൾ മഴ പെയ്ത് കിടക്കുവാണെങ്കിലും നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഒരുപാട് സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്. എന്തെങ്കിലും വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആളുകൾക്കൊക്കെ നിൽക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യോത്തോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ബസ് ഇറങ്ങിയപ്പോൾ 4:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നവരും കുട്ടികളും അങ്ങനെ വർക്കിന് പോകുന്നവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ സൂചി കുത്താൻ ഇടയില്ലാത്ത പോലത്തെ തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ വർക്കിംഗ് ആ ഒരു സമയമില്ലേ, അത് കഴിയുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്. ഇവിടെ ഓരോ ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷിൻകാൻസൻ അല്ലെങ്കിൽ ബസ് അങ്ങനെ JR അങ്ങനെ ഓരോ ലൈനിലേക്ക് നമുക്ക് കറക്റ്റ് എത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഫോറിനേഴ്സിനെ കാണാൻ പറ്റുന്ന ഒരു സ്റ്റേഷനാണിത്. സ്റ്റേഷനോട് ചേർന്ന് തന്നെ അണ്ടർഗ്രൗണ്ടിലായിട്ടും ടോക്കിയോയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇത് കണ്ടോ, ഭയങ്കര ഭംഗിയല്ലേ. പ്രത്യേക രീതിയിലുള്ള ഒരു രൂപകൽപ്പന തന്നെയാണ് കേട്ടോ. ഇത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ എക്സ്കലേറ്റർ കയറി നമ്മൾ മുകളിലേക്ക് എത്തി. മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. താഴത്തേക്ക് കണ്ടോ, ഇത്രയും വലിയൊരു സ്റ്റേഷനാണ്. പിന്നെ പണ്ട് ഇവിടെ ക്യാപിറ്റലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു തവണ ഞാനിവിടെ വന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ഞാൻ നിങ്ങളെന്ന് ഇതെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ പോവാണ്. നമുക്ക് JR ലൈനിലാട്ടോ പോകേണ്ടത്. അവിടെ നിന്ന് നമ്മൾ റൊക്കൂജിസോ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നര എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, മറ്റേ പാർക്ക്, മാനുകളൊക്കെ ഉള്ള പാർക്ക്. ആ റൂട്ട് തന്നെയാണ് നമ്മൾ പണ്ട് താമസിച്ചോണ്ടിരുന്നത്. അവിടെ പോയിട്ട് ജപ്പാൻകാരുമായിട്ട് സംസാരിച്ച് വിസയുടെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാക്കണം കേട്ടോ. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അതിന് വേണ്ടിയാണ് ഞാൻ നേരിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നത്. അവരെ ഫോൺ വിളിച്ചിട്ട് അവർ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവരുടെ കോൺടാക്ട് നമ്പർ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. Instagram ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺടാക്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു 7-Eleven കണ്ടു. അവിടെ ചുമ്മാ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇൻ്റർനെറ്റിൻ്റെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിൽ ഇൻ്റർനെറ്റ് ഭയങ്കര സ്ലോ ആണ്. ഞാൻ ആദ്യമേ പെർ ഡേ 10 GB കിട്ടുന്നൊരു പ്ലാനായിരുന്നു കേട്ടോ. എന്തൊക്കെയോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര സ്ലോ ആയി തുടങ്ങി. ഇപ്പം മെസ്സേജുകളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇടയ്ക്ക് കോൾ വിളിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് ആ ഓഫർ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് വളരെ 24 മണിക്കൂർ അങ്ങനെ മണിക്കൂറുകൾ മാത്രമുള്ള ഒരു ഓഫറാണ്, അല്ലാതെ മാസങ്ങളോളം ഒന്നുമില്ല. അപ്പോൾ എന്തായാലും അത് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് നമ്മൾ നേരെ JR ലൈനിൽ പോകാൻ ലോക്കൽ ട്രെയിനിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സ്റ്റേഷൻ റൊക്കൂജിസോ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തിരക്കാട്ടോ. 2 സൈഡുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ആളുകൾ പോകേണ്ടത്. പക്ഷേ ഈ ക്യോത്തോ സ്റ്റേഷനിൽ എപ്പോഴും ഞാൻ നോക്കുമ്പോൾ തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ കണ്ടോ, ട്രെയിൻ കയറാൻ വേണ്ടി ഓടണം. ഇങ്ങനെയൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് കയറിപ്പോവും. പക്ഷേ അങ്ങോട്ട് കൂട്ടിയിടിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ തന്നെ അവിടെ ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട്. എല്ലാവരും ഓടിപ്പോയി കയറുവാണ്. ഞാനാണ് ലാസ്റ്റ് പോയി കയറുന്ന ആൾ. അപ്പോൾ എൻ്റെ കയ്യിൽ ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും കൂടി ലാസ്റ്റ് എന്ന് കയറി. ഭയങ്കര തിരക്കായതുകൊണ്ട് ആൾ ഒഴിഞ്ഞു തരുന്നില്ലായിരുന്നു. അപ്പോഴേക്കും ഞാൻ സുമിമാസൻ എന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ആളെ മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ലഗേജ് അവിടെ കയറ്റിയത്. അങ്ങനെ കയറി. നല്ല തിരക്കായിരുന്നു. ഞാനിങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അവരെ കാണണം, അവരവിടെ ഉണ്ടാവും. പിന്നെ നര പാർക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെ വീഡിയോ ചെയ്യണമെന്ന്. നിങ്ങളിതുവരെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ട്രെയിനിൻ്റെ ഈ സൈഡിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ.
സൂര്യനൊക്കെ അസ്തമിക്കാൻ പോവുകയാണ്. 5 മണിക്ക് മുന്നേ ആട്ടോ ഞാനീ പോകുന്നത്. അപ്പം സൂര്യോദയം ഇവിടെ നേരത്തെ ആണല്ലോ, അതുപോലെ തന്നെ സൂര്യൻ നേരത്തെ അസ്തമിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. പിന്നെ ഇവിടുത്തെ ട്രെയിനിൻ്റെ സീറ്റിംഗ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അവിടെ എൻ്റെ ലഗേജുമായിട്ട് ഇങ്ങനെ പിടിച്ചിരുന്നാലും വഴി ഒട്ടും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ മുട്ടിൻ്റെ നേരെ വെച്ചാലും അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ നിന്നാണ് കേട്ടോ പോയത്. അപ്പോൾ ഒരു സൈഡിൽ സ്ഥലമുള്ളോടത്ത് നോക്കി എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനിനും ബസ്സിനും ഒക്കെ ഇവിടെ ഓരോരോ പ്രത്യേകതകളാണ് ടോക്കിയോനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അവിടെ ഇറങ്ങി റൊക്കുജിസോ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമുക്ക് താഴത്തേക്ക് പോകണം കേട്ടോ. നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പഴയ സാച്ചോയുടെ വീട്, അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഒരു വലിയ ബിൽഡിങ്ങാണ്. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ ജോലിക്കൊക്കെ പോകാൻ നേരത്തെ അവിടെയായിരുന്നു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് റൊക്കുജിസോ സ്റ്റേഷൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഉള്ളത്. ഇവിടെ നിന്നൊരു വഴി ചുറ്റി വലിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് എത്തും കേട്ടോ. ഇവിടെ നിന്ന് നേരെ നോക്കിയാലും നമുക്ക് കാണാം, മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു വലിയ ബിൽഡിങ് കാണാം. അപ്പോൾ ആ കാണുന്നതുണ്ടോ, അതിൽ ഒരെണ്ണത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ റൂം നമ്പറൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ അവരെ മെസ്സേജ് അയച്ചിട്ട് അവർ നോക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ തിരക്കിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയച്ചിട്ട് നേരിട്ട് പോയിട്ട് അന്വേഷിക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ഇതുവരെ കളഞ്ഞില്ല കേട്ടോ. അത് എവിടെയെങ്കിലും കൺവീനിയൻസ് സ്റ്റോറിൽ ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ ഡെയിലി യാമസാക്കി 7-11 ഫാമിലി മാർട്ടൊക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാറുള്ള സ്ഥലത്ത് വന്ന് നിന്നു കേട്ടോ. ഇവിടെയാണ് ഞാൻ ജോലിക്ക് പോകാൻ നേരത്തെ ട്രക്കിലൊക്കെ പോകാനാണെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കാറ്. അപ്പോൾ കുറേ നേരം നിന്നിട്ട് അവരെ കാണാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ കോൾ ബൂത്തിൽ വന്നിട്ട് വിളിച്ചു നോക്കി. പക്ഷേ അവരെ കിട്ടിയില്ല. പിന്നെ ഒരു ജാപ്പനീസിനെ വിളിച്ചിട്ട് അവരെ ഒന്ന് കണക്ട് ചെയ്തു തരുമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് സംസാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് 1-2 സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്ത്. അപ്പോഴൊന്നും ഇവരെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തി കേട്ടോ. അപ്പോൾ അവർക്ക് തിരക്കാണ്, ഇന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ക്യോത്തോന്ന് എന്തായാലും കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കണം. നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ട്രെയിൻ കയറി ക്യോത്തോയിലേക്ക് തന്നെ പോവുകയാണ്. കാണാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ജോലിയുടെ കാര്യത്തിൽ ഇന്നൊരു കൺഫേം തീരുമാനമാവും, നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. വിസയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് റെഡി ആയിട്ടില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ ക്യോത്തോ സ്റ്റേഷനിലേക്ക് നേരെ പോവുകയാണ്. ഇനി അടുത്ത പരിപാടികളൊക്കെ നോക്കണം കേട്ടോ. എനിക്ക് എന്തെങ്കിലും കൺഫേം ആയാലല്ലേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ നിർത്തിയപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, പകുതിയിൽ നിർത്തിയിട്ട് പോയി, കാര്യങ്ങൾ എവിടെ എത്തിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ എനിക്ക് റൂമിൽ നിൽക്കാൻ ഇവിടെ റൂമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ റൂം തപ്പി, നെറ്റ് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് എവിടെ റൂം എടുക്കും, ക്യാപ്സൂൾ ഹോട്ടലോ ഷെയർ റൂമോ എല്ലാം കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ നോക്കിയിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ക്യോത്തോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ക്യോത്തോ ടവറാണ് നമ്മൾ കാണുന്നത്, സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കുന്ന വഴിയിൽ നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾ വന്ന് മിണ്ടി കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും റൂമിൻ്റെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വർത്താനം പറഞ്ഞ് ചേട്ടാ എൻ്റെ റൂമിലേക്ക് പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ സബ്സ്ക്രൈബറിൻ്റെ റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ ഞാനും അവനും കൂടി ബസ് കയറി റൂമിലേക്ക് പോയി. ജോലിയുടെ അപ്ഡേഷനൊന്നും ആവാത്തതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. ജോലിയുടെ കാര്യമായിട്ടും പിന്നെ 1-2 വ്ളോഗിന് വേണ്ടിയിട്ട് നാളെ നമുക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളുടെ അടുത്ത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.